നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്റെ എത്ര വെണ്ടക്കാശ് ഇതൊന്നും മറവി രോഗമുണ്ടോ? അല്ല, അത് അവരോട് ചോദിക്കണം. എന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് പൂർത്തീകരിക്കാത്തൊരു പദ്ധതിയാണ് ഇപ്പോൾ മോഡി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതിലത്ത് കേരള സർക്കാരിനും പങ്കാളിത്തമുണ്ട്. അവരാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് പൂർത്തീകരിക്കാത്ത പദ്ധതിയാണ്. ഓരോ സ്ട്രെച്ച് എന്ന് പറഞ്ഞിട്ടാണ് ദേശീയപാത പൂർത്തീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അത്രേ ഉള്ളൂ. പക്ഷേ കേരള സർക്കാരും അതിനകത്ത് മുഖ്യപ്രതിയാണ്. അവരുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കുറേ നാൾ മുമ്പ് ചിത്രീകരിച്ചതാണിത്. എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു, തകരാറായി, എഞ്ചിനീയറിംഗ് ഫോൾട്ടാണ്, ഡിസൈൻ ഫോൾട്ടാണ്, മണ്ണ് ഉപയോഗിക്കുന്നത് മോശമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോൾ അതിനകത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു ഉദ്ഘാടന മാമാങ്കം. ഈ ചടങ്ങിൽ ക്ഷണിക്കാത്തൊരു ഫെഡറൽ തത്വങ്ങളോടുള്ള ഒരു അനീതിയാണെന്ന് കരുതുന്നില്ലേ? അല്ല, കേന്ദ്ര ഗവൺമെന്റിന് വല്ല ഫെഡറലിസത്തോട് വല്ല ബാധ്യതയുണ്ടോ? പക്ഷേ ഇതേ കേരള ഗവൺമെന്റ് അല്ലേ കേന്ദ്രത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നത്. PM ശ്രീ വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ. മന്ത്രിമാർ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് പറയുന്നത്. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്നുണ്ട്. അല്ല, അത് അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉള്ളവരാണ്. രാവിലെ മുതൽ കേസിന്റെ വീട്ടിലെ നേതാക്കൾ ഓരോരുത്തർ എത്തുകയാണ്. എപ്പോഴത്തേക്ക് ഒരു പട്ടിക വരും? അത് നാട്ടിലെ ആളുകൾ കാണണം എന്ന് പറഞ്ഞാൽ കാണുന്ന സ്വാഭാവികമല്ലേ. അവരുടെ പശ്ചാത്തലമായതുകൊണ്ട് ഒരു പ്രത്യേകത ഇല്ലേ എന്തായാലും ഇല്ല, തർക്കങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. തർക്കങ്ങളെ പക്ഷേ ലക്ഷ്യം എല്ലാവരുടെയും ഒന്നായതുകൊണ്ട് പാർട്ടിയെ വിജയിപ്പിക്കുക എന്നുള്ളതായതുകൊണ്ട് ശരത്ചന്ദ്രപ്രസാദും അജയ് തറയും പോലെയുള്ളവർ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് സംബന്ധിച്ച് വലിയ പ്രശ്നം നിൽക്കും. ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇന്ന് രാവിലെ ഒരു ചാനലിൽ കേട്ടില്ല. ഇന്ന് രാവിലെ KC വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നതുകൊണ്ട് മറ്റ് MPമാർക്കും മത്സരിക്കും. ഇതൊക്കെ ഇങ്ങനെ ഊഹാപോഹങ്ങൾ അടിച്ചു വിടുന്നതിനകത്ത് എന്നോട് ആദ്യം ചോദിക്കണ്ടേ എന്റെ കാര്യം? ഞാൻ പലവട്ടം പറഞ്ഞതാണല്ലോ. ഇതൊക്കെ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നല്ല കോടിയിലായിട്ടുള്ള, എനിക്ക് തോന്നുന്ന ഇത്രയും നല്ല കോടിയിലായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല അടുത്ത കാലത്തൊന്നും. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പാർട്ടിയെയും മുന്നണിയെയും ജയിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ ചർച്ചകൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങളെ ഈ LPG ഗ്യാസിന്റെ കാര്യം ആലോചിക്കുന്നില്ലേ? എന്താണ് സ്ഥിതി രാജ്യത്ത്? കിട്ടാനില്ല. ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, കൊമേഴ്സ്യൽ ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് സിലിണ്ടർ കൊടുക്കേണ്ട. ഏറ്റവും വലിയ പ്രതിസന്ധി രാജ്യത്ത് അതല്ലേ? ആളുകൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സർക്കാരാണെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന പോലുമില്ല. KC സാറ് മത്സരിക്കുമെന്നുള്ള ചില ഊഹാപോഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്റെ എത്ര വെണ്ടക്കാശ് ഇതൊന്നും മറവി രോഗമുണ്ടോ? അല്ല, അത് അവരോട് ചോദിക്കണം. എന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പാർട്ടി പിന്നെ തീരുമാനം എടുക്കുമല്ലോ. ഹൈക്കമാൻഡിനൊക്കെ കൃത്യമായ തീരുമാനങ്ങളുണ്ടാവും ഓരോന്നിനും. നിങ്ങൾ എന്റെ കാര്യം പറയുമ്പോൾ എന്നോട് ആലോചിക്കാൻ പറയും. ഒരു ദിവസം ഒരു വാർത്ത പറയും, ഒരു ദിവസം വേറൊരു വാർത്ത പറയും. മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. അവർക്ക് ആരെങ്കിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു മഹാഭാരതവും. പക്ഷെ ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഒരു നയം ഉണ്ടാവും. ആ നയം പാർട്ടിയുടെ ലീഡർഷിപ്പ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കും. പക്ഷെ അതിന് മുന്നേ പ്രഖ്യാപിച്ചല്ലോ, സ്വയം പ്രഖ്യാപിച്ചല്ലോ ഞാൻ മത്സരിക്കുകയാണെന്നൊക്കെ. ഞാൻ കണ്ടിട്ടില്ല. KC സീറ്റ് പ്രതീക്ഷിച്ച് ഷമാ മുഹമ്മദ് പോലെയുള്ള ചില നേതാക്കളൊക്കെ